അപ്പോൾ എങ്ങനെയാ ഒരു ഹൗസ് ബോട്ടിങ്ങിനങ്ങ് പോയാലോ? ട്രെയിനിലെ ബോറടി മാറ്റാൻ യൂനോ ഒക്കെ കളിച്ചിരുന്ന് നമ്മളിതാ നേരെ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ അൽറിമലോട്ട് വിട്ടു. മന്തി ഒരു വികാരമാണല്ലോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ അല്ലായിരുന്നു. ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടൈം 5 മണി ആയതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ ഫ്രഷ്നപ്പ് ആവാൻ അവർ നമുക്കൊരു സ്റ്റേ തന്നെ സെറ്റ് ചെയ്തു. അപ്പോഴത്തേന് നമ്മൾ ഇക്ക നമ്മളെ വിളിക്കാൻ വന്നു. നേരെ നമ്മൾ ഹൗസ് ബോട്ടിലോട്ട് വിട്ടു. ഇതായിരുന്നു നമ്മുടെ ഹൗസ് ബോട്ട്. എടാ മോനെ, ഒരു അടിപൊളി പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു ഹൗസ് ബോട്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഹൗസ് ബോട്ടിംഗ് ഒക്കെ. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ആ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്തിരുന്നപ്പോൾ ദാ വരുന്നു നല്ല ചൂട് ചായയും പഴംപൊരിയും കൂടെ പായസവും. അതും കുടിച്ച് ഒരു നൈറ്റ് വ്യൂ ഒക്കെ കണ്ടിരുന്നപ്പോൾ ദാ പിന്നെയും നല്ല ചോറും ചിക്കൻ കറിയും നല്ല ചൂട് മെഴുക്കുവരട്ടിയും മോരുകറിയും കൂടെ. പിറ്റേന്ന് രാവിലെ ചായയൊക്കെ കുടിച്ച് ഒരു അടിപൊളി മോർണിംഗ് വ്യൂ കണ്ടിരുന്നപ്പോൾ ദാ വരുന്നു നല്ല ചൂട് പുട്ടും കടലക്കറി. അങ്ങനെ അതും കഴിച്ച് ആലപ്പുഴയുടെ ഒരു മനോഹാരിതയും നല്ല ഭംഗിയൊക്കെ കണ്ടിരുന്നിട്ട് നമ്മൾ രാവിലെ തന്നെ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് കയാക്കിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ കഴിഞ്ഞ് അവരോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.